ജന്തർ മന്ദിറിലെ പോലീസ് അതിക്രമത്തെ തുടർന്ന് ആർഎംഎൽ ആശുപത്രിയിൽ എത്തിയ പ്രതിഷേധക്കാരെക്കുറിച്ച് വിവരമില്ലെന്ന പരാതിയുമായി മലയാളി ഡോക്ടർ. പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണ് ആശുപത്രിയിലായ 2 കുട്ടികളെക്കുറിച്ച് അധികൃതർ വിവരം നൽകുന്നില്ലെന്നും കുട്ടികളുടെ അവസ്ഥ മോശമായിട്ടും ഇതുവരെ അഡ്മിറ്റ് ചെയ്തെന്ന് സ്ഥിരീകരിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ഡോക്ടർ. സഫ്ദർജംഗ് ആശുപത്രിയിലെ ഡോക്ടറായ ഐശ്വര്യ അക്ഷയാണ് ആശുപത്രി അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. വിവരങ്ങളുമായി ഫെമിന ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ഫെമിന, നേരത്തെ തന്നെ ഈ പരിക്ക് പറ്റിയ വിദ്യാർത്ഥികൾ എവിടെയാണ് പ്രവേശിപ്പിച്ചത്? പോലീസ് അവരെ എവിടെയൊക്കെയാണ് കൊണ്ടുപോയതെന്ന് സംബന്ധിച്ച് വിവരങ്ങളില്ലായിരുന്നു. പ്രതിഷേധക്കാർക്ക് തന്നെ ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു ഡോക്ടർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങൾ? അതെ, വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ സഫ്ദർജംഗ് ആശുപത്രിയിലെ മലയാളി ഡോക്ടർ കൂടിയായിട്ടുള്ള ഐശ്വര്യ അക്ഷയ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത്തരത്തിൽ അതിനിടയിൽ 2 കുട്ടികൾ കൊഴിഞ്ഞു വീഴുകയും പോലീസ് ഇത്തരത്തിൽ ഈ പോലീസിന്റെ ഒരു അതിക്രമം മൂലമാണ് അത്തരത്തിൽ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിട്ടും അവരെ നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടൽ നടത്തിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടുപേരെ ഇന്നലെ ഗുരുതരമായ പരിക്കുകളോടെ ഈ ആശുപത്രിയിൽ ആർഎംഎൽ ആശുപത്രിയിൽ, ദില്ലിയിലെ ആർഎംഎൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഈ ഡോക്ടർമാർ അവിടെ കമ്മ്യൂണിറ്റി മെഡിസിനിൽ PG ചെയ്യുന്ന ഐശ്വര്യ അടക്കമുള്ള ഡോക്ടർമാർ ഇന്നലെ ദില്ലി ജന്തർ മന്ദിറിലെ പ്രതിഷേധ വേദിയിൽ ഉണ്ടായിരുന്നു. അവർ വളണ്ടിയർമാരായി അവിടെ അവിടെ വർക്ക് ചെയ്യുകയാണ്. ഇവരാണ് ഈ 2 പേരെ ഇന്നലെ ഈ ആർഎംഎൽ ആശുപത്രിയിൽ എത്തിച്ചത്. ഒരാളെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്നാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഇതിനുശേഷം ഇന്ന് അവരെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ അറിയാനായിട്ട് ഈ ഡോക്ടർമാർ ഈ ആശുപത്രി അധികൃതരെ സമീപിച്ചെങ്കിലും അത്തരത്തിൽ ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള മറുപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇവരെ അഡ്മിറ്റ് ചെയ്ത് എന്ന് സ്ഥിരീകരിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.